ഹായ് ഗായ്സ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് അസ്സാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എൻ്റെ സിബ്ലിങ്സും കൂടെ ഉണ്ട്. അപ്പം ഞാനിതാ മോയ്സ്ചറൈസറും സൺസ്ക്രീമൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ക്രീമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഓൾറെഡി ഇട്ടായിരുന്നു, അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയത്. ഞങ്ങൾ 3 പേരും ഒരേപോലെ ആട്ടോ ഒരുങ്ങിയത്. അപ്പോൾ ഇതാ അവരൊന്നും ആദ്യമേ ഇട്ടിട്ടില്ല, ഞാൻ ഫസ്റ്റ് ഇട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോയത്. പിന്നെ അതാ ഞാൻ നല്ലപോലെ ബ്ലെൻഡാക്കി കൊടുത്തു. ഞങ്ങൾ 3 പേരും ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങളപ്പോൾ റെഡിയായി ബ്ലെൻഡൊക്കെ ചെയ്തു ഞങ്ങൾ 3 പേരും. അതിന് ശേഷം എല്ലാവരും വീണ്ടും ക്യാമറയുടെ മുമ്പിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുത്തതൊരു പോൺസിൻ്റെ BB ക്രീമാണ് കേട്ടോ. ഇത് സൂപ്പർ സാധനമാണ്. അപ്പോൾ ഞങ്ങൾ അണ്ടർ ഐയിൽ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഞാൻ അവിടെ മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ ഒരു ഷുഗർ പോപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലിപ് ബാമാണ് ഇട്ട് കൊടുക്കുന്നത്. ലിപ് ബാം ഇട്ട് ഞാൻ എന്നിട്ട് എൻ്റെ സിസ്റ്ററിനും കൊടുത്തിട്ടുണ്ട്. ഇതാ അണ്ടർ ഐയിൽ നമ്മുടെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ബീച്ചിൽ പോവാണ്, വേറെ എവിടെയല്ല. ഞാൻ എന്തേ കണ്ടാവും കണ്ണിൻ്റെ താഴെ മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഭയങ്കര ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ മാത്രം എൻ്റെ തലയിലൊക്കെ പിടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. ലിപ് ബാം ഇടുകയാണ്. ഇതാ അവൾ നമ്മുടെ BB ക്രീം ചീക്കിലും എല്ലായിടത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ മാത്രം ആണ് അണ്ടർ ഐയിൽ ഇട്ടത്. അത് നല്ലത് ബ്ലെൻഡ് ചെയ്തു. പുതിയ ഉടുപ്പിൻ്റെ പട്ടിഷോ കാണിക്കുകയാണ് എന്ന് വിചാരിക്കരുത്. അപ്പം ഞങ്ങളിതാ അങ്ങനെ അതേ ലിപ്സ്റ്റിക്കും കൊണ്ട് പോയിട്ടുണ്ട്. ഞാൻ കണ്ണിൽ ബ്ലെൻഡ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. ലിപ്സ്റ്റിക്ക് ഇതാ ഒരെണ്ണം ഉള്ള അതിൻ്റെയാണ് ആ ഇടിയും ബഹളവും കാണുന്നത്. കണ്ടോ, സ്വന്തമായിട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതാ ലിപ് ബാം എടുത്ത് ഞാൻ ചീക്കിൽ ഇട്ട് കൊടുത്തു. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സർപ്രൈസും കൂടെ ഉണ്ട്. അത് ഞാൻ സെക്കൻഡ് വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. വേറെ വീഡിയോ ആക്കി ഇടുന്നുണ്ട്. ഇതാ എൻ്റെ കോപ്പി അടിച്ച് അവളും ചീക്കിൽ ലിപ് ബാം എടുത്തിട്ടു. ഞാൻ ഇതാ ബ്ലഷ് ഇടാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക്കും ഇടുക. നമ്മുടെ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഞാനത് മീഷോയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പം അത് നല്ല ഷെയ്ഡാട്ടോ. അത് തന്നെയാണ് ഞങ്ങൾ 3 പേരും ഇട്ടത്. ഇതാ ചീക്കിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒരുങ്ങിക്കൊണ്ട് ഞാൻ ചീക്കിലിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്, ചുണ്ടിൽ വിടാനുള്ളൊരു പ്ലാനിൽ. അപ്പം ഇത് എൻ്റെ എന്തോ ബ്ലെൻഡർ തട്ടിമേടിക്കാനുള്ളതായിരുന്നു കേട്ടോ ഉദ്ദേശം. ഞാൻ പിന്നെ കൊടുത്തു ഇട്ട് കഴിഞ്ഞതുകൊണ്ട്. ഇതാ പിന്നെ ഒരു ചുണ്ടിരിപ്പുണ്ട് മുഖത്ത്, കണ്ടോ. ഇത് വേറൊരുത്തി നോക്കി നിൽക്കുന്നു. ഞങ്ങളിനി എന്തുവാ ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടി തിരിച്ചിടാൻ വേണ്ടിയിട്ട് അത് നോക്കുകയാണ്. കണ്ടോ പുതിയ ഉടുപ്പിട്ടതിൻ്റെതും ബ്ലഷ് ഇട്ടതിൻ്റെയൊക്കെ പട്ടിഷോ കാണിക്കുന്നുണ്ട് നിന്ന്. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോയ ആളെന്നും തോന്നുന്നു. പിന്നെ ലിപ് ബാം ഇട്ട് കണ്ടേ. ഞങ്ങളുടെ കുറച്ച് ക്യൂട്ട്നെസ് ഇറങ്ങിയാണ് വരി. അപ്പം ഇനി മുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഓൾമോസ്റ്റ് ഡണ്ണായി. ഞങ്ങളിതാ മുടി ചെയ്യുകയാണ്. എൻ്റെ മുടി ഞാൻ സ്മൂത്ത് ചെയ്തതാണ്, പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാനാ? ഇത് ചെയ്തിട്ട് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. കണ്ടോ, എൻ്റെ മുടി സൈഡിൽ കൂടി നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒരേത്തരായിട്ട് ഞങ്ങളിങ്ങനെ ഒരുങ്ങി മാറാണ്. ഞങ്ങളിങ്ങനെ 3 പേരും കൂടെ വരുമ്പോഴാണ് ഇങ്ങനെ തലമ്പൊക്കെ കാണിക്കുന്നത്. മുന്നത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ട്, എന്നെ ഒരുക്കി തന്നതാണ്. താത്തിയാണ് കേട്ടോ, അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത്. അപ്പോൾ ഇതാ അടുത്ത ആൾ വന്നു. അത് ഒരുങ്ങി കഴിഞ്ഞ് മാറിയതാണ് താത്തി. അപ്പോൾ ഇതാ അടുത്ത ആൾ വന്നു. ഇതെൻ്റെ സിസ്റ്ററാണ്. ഇത് എന്തൊക്കെയൊന്ന് പറയുന്നുണ്ട്, എന്താണ് ചീത്ത പറയാൻ തോന്നുന്നു. മുടി അഴിച്ചിടണമെന്ന് ചോദിച്ചാണ് കേട്ടോ പുള്ളിക്കാരി. ചീകത്തില്ല, ഉള്ളു കേളി ഹെയർ ആയതുകൊണ്ട്. പക്ഷെ എൻ്റെ മുടി കണ്ടോ ഗേസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ട് പറയണം കേട്ടോ. ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പം എൻ്റെ മുടിയുടെ. എനിക്ക് അഴിച്ചിടാനും വയ്യ, ഭയങ്കര കഷ്ടമാണ്. എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ എങ്ങനെയുണ്ട്. ഞാൻ അങ്ങനെ ഡ്രസ്സൊക്കെ കണ്ടു. ഇതേ ഗേസ് ചീകാത്ത ആൾ ഇതേ കണ്ട ചടയാണ്, ചീകത്തില്ല. പുറത്ത് പോകുമ്പോഴെന്താണ് ചീകുന്ന പുള്ളിക്കാരി. കണ്ടോ, എന്നാലും അധികം തുമ്പ് മാത്രം ഒന്ന് ചീകിയിട്ടെന്നേ ഉള്ളൂ കേട്ടോ. എന്ത് പറ്റിയതും എപ്പോഴും കെട്ടിയാണ് വെക്കാറ്. വഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. പല ഹെയർ സ്റ്റൈൽസും വന്ന് നോക്കുവാണ് എങ്ങനെ ചെയ്യണം. പക്ഷേ അമ്മച്ചിക്കെട്ടൊക്കെയാണ് വന്നതെന്ന് തോന്നുന്നു. വന്നപ്പോൾ ഇന്ന് ക്ലിപ്പൊക്കെ കുത്തുന്നുണ്ട് കാര്യമായിട്ട്. അവസാനം ഒരു ഹെയർ സ്റ്റൈലിൽ വന്നെത്തി. എനിക്ക് പോകുന്നതിന് മുമ്പ് അഴിച്ചു മാറ്റുമെന്ന് അറിയത്തില്ല. വീണ്ടും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഓൾമോസ്റ്റ് റെഡിയായി. ഞങ്ങൾ 3 പേരും
അപ്പം ഞാൻ ഹെയർ സ്റ്റൈൽ ചെയ്യാണ് കേട്ടോ. എൻ്റെ മുടി പോണിറ്റയിൽ കെട്ടാൻ പറ്റൂ. അപ്പം ഞാൻ മുടി കെട്ടാണ്. ഞങ്ങൾ 3 പേരും ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി ഞാൻ ഹെയർ സ്റ്റൈലും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇട്ടില്ല അവൾ. എന്നാൽ ലിപ്സ്റ്റിക്ക് ഇടാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ മുടിയൊക്കെ കെട്ടി നല്ല ലിപ്സ്റ്റിക്ക് ഇടാണ് പോയിട്ട്. അപ്പോൾ ഇതാ ഞാൻ മുടിയൊക്കെ കെട്ടി സുന്ദരിയായിട്ട് വന്നു. ഞങ്ങൾ 3 പേരും ഒരേപോലെ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.